ചെയ്തിരിക്കുന്നത് വാർണിഷാണ്. എന്താണ് വാർണിഷ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തീരെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സ് എന്ന രീതിക്ക് നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ആക്ച്വലി യൂസ് ചെയ്യുന്ന വാർണിഷ് അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് വാർണിഷ്, അതായത് നമ്മൾ വുഡ് വാർണിഷ് ഓൾമോസ്റ്റ് 60 rupees റേറ്റ് വരുന്ന വുഡ് വാർണിഷ് 60, 70, 80 റേഞ്ചിൽ വരുന്ന വുഡ് വാർണിഷ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ കണ്ടൻറ്റൊക്കെ ആ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി എന്ത് യൂസ് ചെയ്യാം, ഏത് ടൈപ്പ് വാർണിഷ്, എന്തൊക്കെ ടൈപ്പാണുള്ളത്, ലൈക്ക് സ്പ്രേ വാർണിഷ്, നോർമൽ ബോട്ടിൽ വാർണിഷ്, അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ നമുക്ക് നോക്കാം. അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ക്യാമലിൻ്റെ അർഫീന എന്ന് പറയുന്ന സ്പ്രേ വാർണിഷാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 250 rupees ആണ്. പിന്നെ ഇത് ഗ്ലോസ് മീഡിയ എന്നാണ് പറയുന്നത്. ഇത് ഓയിൽ ആൻഡ് ആക്രിലിക്കിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ എളുപ്പത്തിൽ ഇങ്ങനെ ആക്രിലിക്കിന് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വാർണിഷാണ്, അതായത് സ്പ്രേ വാർണിഷാണ്. പിന്നുള്ളത് നമ്മൾ പിക്ചർ വാർണിഷ്. ഇത് പക്ഷേ ഓയിൽ പെയിൻറ്റിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ഓയിൽ കളേഴ്സിന് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 140 rupees ആണ്. നമ്മൾ ഓൾറെഡി വാർണിഷിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട്. അപ്പം അത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ആ പെയിൻറ്റിങ് ഡാമേജ് ആവുമോ അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല സോ ഫാർ. അപ്പം ഇത് ഫെയർലി യൂസബിൾ ആണ്. നല്ല റിസൾട്ട് തന്നെ ഇതിനെ കൊണ്ട് യൂസ് ചെയ്തിട്ട് കിട്ടുന്നതും. ഇത് മാത്രമല്ല, ഇത് ഈ മറ്റ് ബ്രാൻഡുകൾ, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഗോൾഡിൻ്റെയും നിക്ലെക്സിൻ്റെ ഒക്കെ മറ്റ് വാർണിഷുകളുണ്ട് ഇതേപോലെ ബോട്ടിലുള്ളത്, പക്ഷെ അത് ഹൈ ക്വാളിറ്റി വാർണിഷുകളാണ്. അത് എൻ്റെ ലെവലിൽ നോക്കണമെങ്കിൽ എനിക്ക് അഫോർഡബിൾ അല്ല, അത്ര നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഹൈ ക്വാളിറ്റി സാധനം. ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 week ഡ്രൈയിങ് ടൈം കൊടുക്കുക അതിന് പ്രോപ്പറായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് എന്തായാലും 2 ദിവസമെങ്കിലും നിങ്ങൾ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ 1 week എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമാണ് ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ ഉണ്ട് ഓളോഫിന് ഫോൺ കവറിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ഫോണിൻ്റെ കവർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഡെയിലി യൂസ് കൊണ്ടുവന്ന് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ സ്ക്രാച്ച് വീഴും, പൊടിയാവും, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അത് ഡാമേജ് ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ സ്പ്രേ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ വാർണിഷ് യൂസ് ചെയ്യുമ്പം അതിനെ അറ്റ്ലീസ്റ്റ് ഒരു 30 centimeter അബവ് വെച്ചിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പം ജസ്റ്റ് അതിൻ്റെ ഒരു മിസ്റ്റ് വീഴുന്ന പോലെ മാത്രം സ്പ്രേ ചെയ്യുക. ഭയങ്കരമായിട്ട് കുറച്ച് നല്ല ഹെവി ആയിട്ട് വാർണിഷ് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ടിക്ക് ലെയറൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് സ്പ്രേ പോലെ തന്നെ അടിക്കുക. ഒരു ലെയറിൽ അത് ഫില്ലായാൽ നോക്കുക. എങ്ങനെ ഫില്ലായാൽ നോക്കുക, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്തായാലും അറിയാം എങ്ങനെയാണ് വാർണിഷ് ഫില്ലായാൽ നോക്കുക. എങ്ങനെയാണ് ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് നോക്കുക. അപ്പോൾ അത് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10 minutes ഫസ്റ്റ് ലെയറിന് ഡ്രൈ ആവാൻ കൊടുക്കുക. അതിനുശേഷം ഒരു ലെയറും കൂടി നിങ്ങൾ കൊടുക്കുക. നമ്മളെ ഫോൺ കവറിൻ്റെ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ് ഒരു ആർട്ട് വർക്കിൻ്റെ മുകളിലും ചെയ്യേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒരു 30 centimeter ഹൈറ്റിൽ വെക്കുക. അതിന് മിസ്റ്റ് അതിൻ്റെ മുകളിൽ വീഴുന്ന പോലെ ടോപ്പ് ടു ഡൗൺ സ്പ്രേ ചെയ്യുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ട്രാവൽ ചെയ്യുക. അപ്പം എന്താ പറയുക, ഒരുപാട് നേരം ഒരു സ്ഥലത്ത് അമർത്തി പിടിച്ചിട്ട് അവിടെ ഒരുപാട് വാർണിഷ് വരുന്ന രീതിക്ക് അടിക്കരുത്. കുറച്ചൊരു പേസിൽ നിങ്ങൾ ഒരേപോലെ താഴോട്ടും മുകളിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽസൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന പോലെ തന്നെ ഈ ഫ്രെയിം നമ്മൾ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ആ ഫ്രെയിം അത് ഫുൾ ഡാബ് ചെയ്ത് ഫില്ലാക്കിയത്, ബ്ലാക്ക് ആക്കിയത്. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിൽ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പിക്ചർ വാർണിഷ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കുക. നമ്മൾ വാർണിഷിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി മാറ്റി വെച്ചിരിക്കുന്ന ബ്രഷിനെ മാത്രം എപ്പോഴും എടുക്കുക. നല്ല ബ്രഷൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഈ ബ്രഷ് എപ്പോഴും നമുക്ക് വാർണിഷിന് മാത്രം എന്നുള്ള രീതിക്ക് എടുക്കുക. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ആദ്യം ഒരു കോട്ട് അടിക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇതും കൂടി അടിക്കുക. അത് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണ് സൈഡ് ഡയറക്ഷനിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഇത് നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് ഡയറക്ഷൻ്റെ അത് കാണിക്കാൻ പറ്റില്ല. അപ്പം ആ വീഡിയോയിൽ പകലെടുത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും സൈഡിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണ് നമ്മളത് ഫില്ലായോ ഇല്ലയോ നോക്കുന്നതെന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ ആ ഫ്രെയിമിനും കൂടി കൂട്ടി അടിക്കുക. കാരണം ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിമാണ്. അതേപോലെ നമ്മൾ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിന് ബ്ലാക്ക് കളർ കൊടുത്തത്. അപ്പോൾ അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർണിഷ് ആ ഫ്രെയിമിനും കൂടി കൊടുക്കുക. ഇപ്പോൾ ഈ പിക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിലുള്ളത് വാർണിഷ് അടിക്കാത്ത പെയിൻറ്റിങ്ങും റൈറ്റ് സൈഡിലുള്ളത് വാർണിഷ് അടിച്ച പെയിൻറ്റിങ്ങും. അപ്പോൾ വാർണിഷ് അടിച്ചപ്പോൾ കണ്ടോ പെയിൻറ്റിങ്ങിലെ കളേഴ്സൊക്കെ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നുണ്ട്, കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുണ്ട്. വാർണിഷ് അടിക്കാത്തത് കുറച്ചൊരു പേലായിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ എന്തിനാണ് വാർണിഷ് അടിക്കുന്നേ. ഒരു റീസൺ ഇത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പൊടി പിടിക്കാതിരിക്കാൻ, അതേപോലെ സൺ റേഡിയേഷൻസ് അടിച്ചിട്ട് കളറിൻ്റെ റിയാക്ഷൻ വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് റിയാക്ഷൻ കൊണ്ട് പെയിൻറ്റ് ഡള്ളാവാതിരിക്കാനൊക്കെയാണ് നമ്മൾ വാർണിഷ് അടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഫൈനലി കംപ്ലീറ്റ് ചെയ്തിട്ട് വോളിമിലേക്ക് ഒട്ടിച്ചിട്ടോ. നമ്മൾ മൗണ്ടിങ് ടേപ്പ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെ ഞാൻ വോളിമിലേക്ക് ഒട്ടിച്ചിട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫൈനൽ ലുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ടെർപ്പൻറ്റൈൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ തിന്നർ എന്ന് പറയും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇതേപോലെ നമ്മൾ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച പാത്രത്തിലേക്ക് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. അതായത് ബ്രഷ് ഒന്ന് നനയാനുള്ള അത്രയും മതി. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ച് വെക്കുക. ഇത് ഇവാപ്പറേറ്റ് ആയി പോകും, അതുകൊണ്ട് അത് അപ്പം തന്നെ അടച്ച് വെക്കുക. എന്നിട്ട് ഇതിനകത്ത് നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് ബ്രഷിനെ കഴുകുക. ബ്രഷ് അവിടെ ഇവിടെ ഇട്ട് പോകരുത്, ഇട്ട് പോയി കഴിഞ്ഞാൽ കട്ടിയാവും. പിന്നെ അതിന് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് അന്നേരം തന്നെ ഇതിനെ മുക്കിയിട്ട് കഴുകി വെക്കുക. എന്നിട്ട് ഒരു തുണി എടുത്തിട്ട് അതിനകത്ത് നല്ലപോലെ തുടയ്ക്കുക. തുടച്ചതിന് ശേഷം തുടച്ചിട്ട് പിന്നെ കുറച്ചൊക്കെ പോയതിന് ശേഷം ജസ്റ്റ് സോപ്പ് യൂസ് ചെയ്ത് നോർമൽ സോപ്പ് യൂസ് ചെയ്തിട്ട് ബ്രഷിനൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും ഡ്രൈ ആവാൻ വെക്കുക. ഇനി ഇതിന് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട്? നമ്മൾ വാർണിഷ് അടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന്. പെയിൻറ്റിങ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കിതിനെ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്ലാസ് പോലെ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് ഇട്ടിട്ട് ഫ്രെയിം ചെയ്യും. നോർമൽ ഫ്രെയിം അല്ല കേട്ടോ, ഗ്ലാസ് ഇട്ടിട്ട് ഫ്രെയിം ചെയ്യുക. അപ്പോൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെയർ വന്നില്ലേ പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ ഡസ്റ്റോ അങ്ങനെ റിയാക്ഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പെയിൻറ്റിങ് ഓൾമോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കും. അതേപോലെ ഗ്ലോസി ടെക്സ്ചറും വരും. എന്ന് വെച്ചാൽ കണ്ടില്ലേ, ആ ഒരു തിളക്കം വരും എന്തായാലും ഗ്ലാസ് വെച്ചാലും. അപ്പം ഗ്ലാസ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. രണ്ടാമത്തെ നമ്മൾ വുഡ് വാർണിഷ്, ഈ ഓറഞ്ച് സൺസെറ്റ് പോലത്തെ പെയിൻറ്റിങ് നമ്മൾ വുഡ് വാർണിഷ് അടിച്ചതാണ്. താഴെയുള്ളത് നമ്മൾ ഇതിൻ്റെ ബോട്ടിൽ വാർണിഷ് അടിച്ചതാണ്. അപ്പം പക്ഷേ ഗ്ലോസി ടെക്സ്ചർ കണ്ടോ, വുഡ് വാർണിഷിന് കുറച്ചും കൂടി നല്ല ഗ്ലോസി ആയിട്ടും മറ്റേത് ഓൾമോസ്റ്റ് സാറ്റിൻ പോലെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഗ്ലോസി എന്നാണ് പറയുന്നതെങ്കിലും കൂടിയും, പക്ഷേ വുഡ് വാർണിഷിന് അത്ര ഗ്ലോസി അല്ല കേട്ടോ. നമ്മൾ വാർണിഷ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന വാർണിഷ് കുറച്ച് അത്ര ഗ്ലോസി അല്ല. നമുക്ക് ക്യാമലിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് കമ്പനീസിൻ്റെയും എക്സ്പെൻസീവ് ബ്രാൻഡ്സിൻ്റെയും നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല ക്വാളിറ്റീൻ്റെതും മെറ്റീരിയൽസ് ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെപ്പോലത്തെ മീഡിയം ലെവൽ ആൾക്കാർക്ക് അഫോർഡബിലിറ്റി ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.